Meritorious Social Service 2016, presented to Dr. Sunitha Krishnan for her courageous and tireless work towards women empowerment, relentlessly fighting the heinous crime of sexual slavery and commercial sexual exploitation, and rescuing thousands of victims, restoring hope and dignity to their lives, and formulating a unique Nirbhaya policy to be emulated by the whole nation to ensure a social order where grievous sex crimes and trafficking are holistically eradicated. Signed, S.S. Pillai, Secretary General Dakshina, Dr. C.G. Rajendra Babu, President Dakshina, 2016, February 9. Thank you. Namaskaram. First of all, apologies. ഞാൻ അവിടെ നിൽക്കില്ല, അവിടെ നിന്നാൽ നിങ്ങൾക്ക് എന്നെ കാണൂല. And I want you to see me and hear me. രണ്ടാമത്തത് അപ്രീസിയേഷൻസ് ടു ഈച്ച് വൺ ഓഫ് യു ഓൾ. നിങ്ങളുടെ ക്ഷമയും പേഷ്യൻസിനെയൊക്കെ മൈ സല്യൂട്ടേഷൻസ്. ഇത്രയൊക്കെ സഹിച്ച് ഇത്രയും നേരം ഇരിക്കുന്നുണ്ടല്ലോ. ഐ എം സോ ഹംബിൾ. ഞാൻ ഡോക്ടർ വിജയരാഘവൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ he was telling me what I will get today is quality and not quantity. And I am so humbled in this quality group of extraordinary human beings that are being recognized. വളരെ ഏറെ സന്തോഷവും അഭിമാനമാണ്. ശ്രീ രാമുണ്ണി മേനൻ അവരുടെ ഓർമ്മയിലൊരു അവാർഡിന് ഞാൻ അർഹതയാണ്. ദാറ്റ് ഈസ് വെരി ഹംബ്ലിങ്. അങ്ങനത്തെ ഒരു മനുഷ്യൻ്റെ പേരിൽ എനിക്കൊരു അവാർഡ് കിട്ടുന്നു. ഐ ഡോണ്ട് തിങ്ക് പത്മശ്രീ വിൽ ഗിവ് മി ദാറ്റ് മച്ച് ഓഫ് ഹാപ്പിനെസ് ആസ് ദ അതേപോലെ ദാസേട്ടൻ പോലെ എൻ്റെ എല്ലാ ദൈവങ്ങളെ ആരാധിക്കുന്ന, എൻ്റെ ദൈവങ്ങളെ അടുപ്പിച്ചുള്ളൊരു വോയിസാണ് ദാസേട്ടൻ്റെ വോയിസ്. അയാളുടെ കയ്യിൽ നിന്ന് ഈ അവാർഡ് കിട്ടുന്നതും എനിക്ക് വളരെ വളരെ ഇറ്റ്സ് വെരി ഹംബ്ലിങ് ആൻഡ് ഇറ്റ്സ് വെരി സ്പെഷ്യൽ ഫോർ മീ. എനിക്കറിയില്ല നീ നിങ്ങളെ എത്രയും നേരം ഞാൻ ടോർച്ചർ ചെയ്യാൻ കിട്ടും. ഐ ഡോണ്ട് നോ വെദർ യു ആർ ഇൻ ഫോർ എ ലോങ് സ്പീച്ച്, ബട്ട് ഐ വോണ്ട് ടു ടെൽ യു, ഈ റെക്കഗ്നിഷൻ എന്നെ പോലെ ഒരാൾക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെ പോലെയുള്ള ആൾക്കാരുടെ സാന്നിധ്യം എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഞാൻ പണിയെടുക്കുന്ന മേഖല ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോൾ 30 സ്റ്റെപ്പ് പിന്നോട്ട് ഇടിക്കുന്ന മേഖലയാണ് എല്ലാ ദിവസവും. I may get Padma Shri tomorrow, I may get some 100 awards, maybe a Nobel Prize also, but that is not going to please the hundreds and thousands of traffickers whose life I keep destroying. Human trafficking എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസ്ഡ് ക്രൈം is the third largest organized crime in the world. ഡ്രഗ്സും ആംസ് കഴിഞ്ഞിട്ട് 3ാമത്തെ സ്ഥാനത്തിലാണ് ഹ്യൂമൻ ട്രാഫിക്കിംഗ്. എന്ന് വെച്ചാൽ മനുഷ്യങ്ങളെ വിൽക്കുക for various purposes of exploitation. അങ്ങനത്തെ ഒരു ഓർഗനൈസ്ഡ് ക്രൈമിൻ്റെ അഗെയിൻസ്റ്റാണ് എൻ്റെ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ 25 വർഷമായിട്ട്. എല്ലാ വർഷം 3 മില്യൺ സ്ത്രീകളും പെൺകുട്ടികളാണ് വിൽപ്പനപ്പെടുന്നത് വ്യഭിചാരത്തിന് വേണ്ടിയിട്ട്, പ്രോസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട്. എല്ലാ 10 നിമിഷം, നമ്മളിവിടെ 6 ഇപ്പോൾ 9 മണി ആവാറായി. You can just calculate as we are sitting and chatting away here in this wonderful hall. എല്ലാ 10 നിമിഷം ഒരു കുട്ടി വിൽപ്പനപ്പെടുന്നുണ്ട്. The youngest child that I have rescued in my life is around 3 years old. You saw the child in the video there. They're all children rescued from prostitution. 3 വയസ്സ് കുട്ടിയാണ് ഞാൻ യംഗസ്റ്റ് ചൈൽഡ് who has been there. ഇവരുടെ ലോകം ഒരാൾക്ക് മനസ്സിലാക്കാൻ കിട്ടാത്ത ലോകമാണ്. നമ്മൾ എല്ലാവരും വെളിയിൽ ഇരുന്നിട്ട് we are masters of judgment. Hardly 7% of them get ever rescued in their ever life. We speak so much, we talk so much, but there are so few people who actually take that step to take these people out of that നരകത്തിൽ നിന്ന് വെളിയിൽ കൊണ്ടുവരാനുള്ള ആൾക്കാരുടെ ഭയങ്കര ചുരുക്കമാണ്. Thousands of young girls languish in those hellholes. എല്ലാ ദിവസം 40 പ്രാവശ്യം 50 പ്രാവശ്യം റേപ്പ് ആവുന്നു. പലതരത്തെ ആൾക്കാരാണ് അവനെ മേടിക്കാൻ വരുന്നത്, അവൻ്റെ ശരീരത്തിനെ വാങ്ങാൻ വരുന്നത്.
I have rescued 15,600 girls in my lifetime. ഓരോരോ കുട്ടിയുടെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അവരുടെ ഉള്ളിലത്തെ ആ ജീവിതത്തിനെ പറ്റിയിട്ട് it is unimaginable. Every child of mine tells me that every day there is at least one man who will put cigarette butt on their body, or put chili powder in their vagina, or take a belt and hit them. That is what sex trade is all about. That is what buying sex is all about. And today, when I received this award, on behalf of the hundreds and thousands of victims I serve, I want you all to question yourself. Reflect. Are we somewhere part of the problem? Are we the problem itself? Is it our silence? Is it our silent endorsement to our men folk to buy sex that is actually flourishing this trade of prostitution? ഒരു 3 വയസ്സ് കുട്ടി വേണം, ആ 3 വയസ്സ് കുട്ടിയുടെ കൂടെ സെക്സ് ചെയ്യണം എന്ന് പറഞ്ഞ ആഗ്രഹം മോഹം വരുന്ന ആണ് നമ്മുടെ മകനാണ്. He's not coming from Mars or Jupiter or some other planet. He's our own son, he's our own brother, he's our own husband, he's some man in our own community. Our collective silence, when we see that, നമുക്ക് എല്ലാവർക്കും PhD ഉണ്ട്. ആ പെൺകുട്ടീനെ പറ്റിയിട്ട് സംസാരിക്കാൻ, അവളുടെ ചരിത്രത്തിനെ പറ്റിയിട്ട് സംസാരിക്കാൻ എത്രയോ കഷ്ടപ്പെട്ടിട്ടായിരിക്കും നമ്മൾ ആ കുട്ടികളെ രക്ഷപ്പെടുത്തിയിട്ട് വെളിയിൽ കൊണ്ടുവരുന്നത്. എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് അവരുടെ മുഖത്തിൽ ഓരോരോ സ്മൈൽ കൊണ്ടുവരാൻ നമ്മൾ നോക്കുന്നത്. എല്ലാം കഴിഞ്ഞിട്ട് സമൂഹം എന്ന് വെച്ചാൽ നിങ്ങളും ഞാനും ആ കുട്ടീനെ ഉപേക്ഷിക്കുന്നു. വേണ്ട, ഈ കുട്ടി നമുക്ക് ദുഷ്പേരുണ്ടാക്കുകയാണ്. എൻ്റെ മക്കളുടെ സ്കൂളിൽ ഈ കുട്ടി വേണ്ട, നമ്മുടെ സ്കൂൾ കേട് വരും. എനിക്കിവള് മരുമോളായിട്ട് വേണ്ട, എനിക്കിവള് മകളായിട്ട് വേണ്ട, എനിക്ക് ഷീസ് ഡെഡ് ഫോർ മീ. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള സമൂഹമാണ്. അവളിനെ നമ്മൾ കുറ്റവാളിയാക്കണു. പക്ഷെ അവളിനെ പീഡിപ്പിച്ച് എത്രയോ ലക്ഷക്കണക്കിന് ആണുങ്ങൾ സൽപ്പേരെടുത്ത് നടക്കുന്നു. We don't talk about it. And today I want to challenge you all. I want to challenge you all in reflecting whether we are part of this problem. എന്നെ പോലെ ആൾക്കാരനെ റെക്കഗ്നൈസ് ചെയ്തിട്ടും എനിക്ക് അവാർഡ് തന്നിട്ടും എൻ്റെ കഴുത്തിൽ മാലകൾ ഇട്ടിട്ടും നാളെ ശ്രീ രാമുനി മേനൻ അവരുടെ പോലെ ഓർക്കുന്ന പോലെ എന്നെയും ഓർക്കുമായിരിക്കും എല്ലാവരും, നിങ്ങളെല്ലാവരും. അതുകൊണ്ട് ഒരു ഗുണമില്ല. ഇഫ് യു ഹാവ് ദി ഹാർട്ട്, പ്ലീസ് ആക്സെപ്റ്റ് ഈച്ച് വൺ ഓഫ് ദീസ് ഗേൾസ് ആസ് യുവർ ഓൺ. നിങ്ങളുടെ മനസ്സിൽ കുറച്ച് സ്പേസ് ഉണ്ടാക്കും ഇവർക്ക് വേണ്ടിയിട്ട്. ബിക്കോസ് ദേ നീഡ് യുവർ എംപത്തി, ദേ ഡോണ്ട് നീഡ് യുവർ സിമ്പത്തി. നിങ്ങളുടെ പിറ്റിയുടെ ആവശ്യമില്ല, നിങ്ങൾ അയ്യോ പാവം പറയേണ്ട ആവശ്യമില്ല. ആവശ്യം അവർക്ക് നിങ്ങളുടെ എംപത്തിയാണ്. അവർക്ക് ആവശ്യം നിങ്ങളുടെ ആക്സെപ്റ്റൻസ് ആണ്. Can you give that? If you can't give that, at least can you reflect on the way you're bringing up your sons? ഇന്ന് നമ്മൾ സ്ത്രീ സുരക്ഷയെ പറ്റിയിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് സംസാരിക്കാനുള്ളത് നമ്മുടെ ആൺമക്കളെ നമ്മൾ എങ്ങനെയാ വളർത്തുന്നത്. Can we think at least that much? Can we at least ensure that our sons will not be watching porn? Our sons will not be buying sex? Our sons will not be party to a crime which forces young girls into prostitution? അങ്ങനത്തെ ഒരു അച്ഛനമ്മ ആവാൻ കിട്ടുമോ? അങ്ങനെ ഒരു മാതാപിതാക്കളാകാൻ കിട്ടുമോ? അങ്ങനെ ഒരു സഹോദരി ആവാൻ കിട്ടുമോ? അങ്ങനെ ഒരു സഹോദരനാകാൻ കിട്ടുമോ? അത് ചോദിക്കുക. എൻ്റെ one major appeal to you is today, ഇന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ട് don't be just happy and go away to your houses. ഇത് കേട്ടതും അറിഞ്ഞതും ഇതിനെ നിങ്ങൾ പ്ലീസ് കൺവേർട്ട് ഇൻ ടു സം ഫോം ഓഫ് ആക്ഷൻ. ഇന്ന് നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് 1 രൂപ മാറ്റിവെക്കും. 1 രൂപ മാറ്റിവെച്ച് യു കമ്മിറ്റ് എവറി ഡേ 1 rupee at least ഫോർ സ്ത്രീ സുരക്ഷ. സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് സ്ത്രീകളും കുട്ടികളും സുരക്ഷിതമായിട്ട് ഈ സമൂഹത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് 1 രൂപ എവറി ഡേ ഒന്ന് മാറ്റിവെക്കും. നിങ്ങൾ എവിടെ നിങ്ങൾ താമസിക്കുന്നു അതിൻ്റെ അടുത്ത് പണിയെടുക്കുന്ന ഏതെങ്കിലും ഒരു സംഘടന ഹൂസ് വർക്കിംഗ് ഓൺ വിമൻ സേഫ്റ്റി അവർക്ക് കൊടുക്കും.
ഏറ്റവും വലിയ നമ്മുടെ പോലെ ഓർഗനൈസേഷൻസ് ഒക്കെ പാടുപെടുന്ന ഏറ്റവും വലിയ കഷ്ടപ്പാടുകളാണ് how to sustain ourselves, how to keep the momentum going. We don't get people coming into the organization. We don't have hands coming into the organization. But at least if you can ensure that organizations working on women's safety, organizations working to rescue women and children will not collapse because the society has not supported them. Please don't allow that. They are the voices that is going to end this slavery. I believe I cannot end anything. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഭയങ്കര തുച്ഛമാണ്, ഭയങ്കര ചെറുതാണ്. 3 മില്യൺ പെൺകുട്ടികളാണ് എല്ലാ വർഷം വിൽപ്പനപ്പെടുന്നത്. ഞാൻ ആകെ കഴിഞ്ഞ 25 വർഷത്തിൽ രക്ഷപ്പെടുത്തിയിരിക്കുന്നത് 15,600. എവിടെയാണ് നമ്പേഴ്സ്? Doesn't match. And believe me, one Sunitha Krishnan is not going to bring any change in this world. Change will happen when all of us become part of that change. All of us be the change what we see in this, what we want to see in this world. Now vishwasikkunnu manusham, as long as people can change, the world will change. And therefore, if each one of us sitting here, maybe 100 of us, each one, every heart here decides to change and make it possible that no man, no woman, no child deserves to be sexually exploited, Anna, we will have a safe world for our women, our children. Thank you so much. I want to tell Shashi Kumar sir, the video that was made of our ashram is made by a 11-year-old child. We don't allow media to enter our ashram. So it's a girl who's 11-year-old, survivor of sex trafficking, who was trained with camera, that did the video work.